ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. നമ്മൾ ഗണേശ ഭഗവാനെ വെച്ചായിരുന്നല്ലോ ഗണേശ ചതുർത്ഥിക്ക്. അപ്പോൾ ഒരു 3 ദിവസം 5 ദിവസം 9 ദിവസം ഇങ്ങനെയൊക്കെ വെച്ച് പൂജിച്ചിട്ടാണ് നമ്മൾ നിമജ്ജനം ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തേക്ക് വേണ്ടി സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടല്ലല്ലോ നിവേദിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കണക്കിന് വെച്ചിട്ട് പഞ്ചസാര ഇട്ടു, ഇത്തിരി എക്സ്ട്രായും കൂടി ഇട്ടു. ഇതേപോലെ കുറച്ച് കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിരിക്കും ആ മധുരം. പിന്നെ വന്നിട്ട് നെയ്യിൽ കുറച്ച് വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല മണം, നല്ല ഗ്രാൻഡായിട്ട് വേണമല്ലോ നിവേദിക്കാനൊക്കെ. കുറച്ച് ബദാമായിരുന്നു ഉള്ളത്. ബദാമാണ് ഞാൻ ഇപ്രാവശ്യം വറുത്തിടുന്നത്. ബദാമെല്ലാം ഇതുപോലെ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് നമ്മളിനി ഇത് പായസത്തിലോട്ട് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. ഇനിയും കുറച്ചൊന്ന് ചൂട് മാറി കഴിയുമ്പോഴാണ് നമ്മളിത് നിവേദ്യം കൊണ്ടുവയ്ക്കുന്നത്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നിവേദിക്കാനുള്ള പായസം റെഡിയായിട്ടുണ്ട്. ഇനി വിളക്കൊക്കെ കത്തിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിവേദ്യം അത് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പൂജകൾ. അപ്പോൾ പിന്നെ വൈകിട്ട് വേറെ എന്തെങ്കിലും ഒരു നിവേദ്യം വയ്ക്കുക. ഇതൊക്കെയാണ് 3 ദിവസമാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. 5 ദിവസം വയ്ക്കാം. വീട്ടിലൊക്കെ ആകുമ്പോൾ 3 5 ദിവസമൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ.